ചുറ്റുപാടുകൾ കണ്ടറിഞ്ഞും അങ്ങനെയുള്ള ഒരു ഫീച്ചർ ഇത്രയും കാലമായിട്ട് ചാറ്റ് GPT അല്ലെങ്കിൽ അതുപോലെ തന്നെ ടൂളുകൾക്കും മോഡൽസിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി, മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. ഓപ്പൺ AI പവേർഡ് ആയിട്ടുള്ള റോബോട്ട് ഉടനെ തന്നെ നമ്മളുടെ ഇടയിലും കണ്ടു തുടങ്ങും. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ചാറ്റ് GPT റിലീസ് ചെയ്ത് അറൌണ്ട് ഒരു 1.5 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് വോയിസ് ഫീച്ചേഴ്സ് വന്നു. പിന്നെ പെട്ടെന്നാണ് നമ്മളൊരു കഴിഞ്ഞ മാസം മുന്നേ സോറ എന്ന് പറയുന്ന ഒരു മോഡൽ ഓപ്പൺ AI റിലീസ് ചെയ്ത മോഡൽ. ഇതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഇത് റിലീസായി പബ്ലിക്കിലോട്ട് അവൈലബിൾ ആയില്ല. പബ്ലിക്കിലോട്ട് അവൈലബിൾ ആകുന്നതോടെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതായത് സ്റ്റോക്ക് വീഡിയോ രംഗത്തും മറ്റേ ഷൂട്ടിംഗ് രംഗത്ത്, ഫിലിം മേക്കിംഗ് രംഗത്തൊക്കെ പല പല വിപ്ലവങ്ങൾ ഇതിൽ സൃഷ്ടിക്കുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇനി ഈ ടൂളിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത ടൂൾ വന്ന് അങ്ങനെ, അതായത് ഡെവലപ്മെന്റ് വളരെ വളരെ ഫാസ്റ്റാണ്. ആ ശ്രേണിയിലോട്ടാണ് നമ്മൾ ഈ പുതിയ റോബോട്ടിനെ ഫിഗർ എന്ന് പറയുന്ന ഒരു AI കമ്പനി, Figure.ai എന്ന് പറയുന്നത് വെറും 18 മാസം പ്രായമുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Hey Figure One, what do you see right now? I see a red apple on a plate in the center of the table, a drying rack with cups and a plate, and you standing nearby with your hand on the table. Great, can I have something to eat? Sure thing. Great. Can you explain why you did what you just did while you pick up this trash? On it. So I gave you the apple because it's the only edible item I could provide you with from the table. ഇവരുടെ തന്നെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലും ഇവരുടെ തന്നെ ഒഫീഷ്യൽ ചാനലിലും വെബ്സൈറ്റിലൊക്കെ റിലീസ് ചെയ്ത മറ്റൊരു വീഡിയോ ഉണ്ട്. 2 മാസം മുന്നേ ഉള്ള Figure.01, അതായത് Figure 1 എന്ന് പറയുന്ന ഈ റോബോട്ടിന്റെ മറ്റൊരു ഡെമോൺസ്ട്രേഷൻ, ഒരു കോഫി മേക്കിംഗ് ഡെമോൺസ്ട്രേഷൻ. വെറും 2 മാസം കൊണ്ട് വന്ന ചേഞ്ചാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വലിയൊരു ചേഞ്ച് ആയിട്ട് തോന്നില്ല. പക്ഷേ ആസ് എൻ AI എൻതൂസിയാസ്റ്റ് എനിക്കത് ആ ചേഞ്ച് വളരെ വലുതായിട്ടാണ് തോന്നുന്നത്. ആ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു, കോഫി ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നോക്കി അത് ചുറ്റുപാടിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു അഡ്വാൻസ്മെന്റ് അതിലുണ്ടല്ലോ. ചുരുങ്ങിയ കാലയളവിലാണ് ഇത്രയും ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മുൻ വീഡിയോകളിൽ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ടെക്നോളജി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അഡ്വാൻസ്മെന്റ് വളരെ പെട്ടെന്ന് നമുക്കിടയിൽ ഇനി പല പല മാറ്റങ്ങൾ ദിവസം ചെല്ലുന്തോറും കാണാനും പറ്റും. ഇത്രയും നാളും കണ്ട പല റോബോട്ടുകളിലും പല ആക്ഷൻസും പ്രീ പ്രോഗ്രാംഡ് ആയിരിക്കും. അതായത് ഓൾറെഡി ഒരു ഡെവലപ്പർ ഇരുന്ന് അതിനെ കോഡ് ചെയ്ത് ആ ആക്ഷൻസിനെ അതുപോലെ റോബോട്ട് അതുപോലെ മിമിക് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ അറ്റ്ലസ് എന്ന് പറയുന്ന റോബോട്ടിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോകളായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഡാൻസ് കളിക്കാനും മറ്റേ അഡ്വാൻസ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനും ബൾട്ടി അടിക്കാനും ഒക്കെ പറ്റുന്ന, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാവും ആ റോബോട്ടിന്. പക്ഷെ അതിന്റെ ഫാക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡെവലപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഓരോ സ്റ്റെപ്പുകളും ഡെവലപ്പർ ഇരുന്ന് എഴുതി ചിട്ടപ്പെടുത്തിയെടുത്ത സിനാരിയോസ് ആണ്. പക്ഷെ ഇവിടെ അതല്ല കേസ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ വഴി പഠിച്ചെടുത്ത കാര്യങ്ങൾക്കനുസരിച്ചാണ് ഈ റോബോട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സിനാരിയോ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോബോട്ടിനോട് ഫസ്റ്റ് ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ററാക്ട് ചെയ്യാണ്. അതായത് എനിക്ക് ഈ ടേബിളിന്റെ മുകളിൽ നിന്ന് ഒരു കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വേണമെന്നാണ്. അപ്പോൾ മുന്നിലിരിക്കുന്ന ടേബിൾ ആണെന്നും അതിന്റെ മുകളിൽ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടെന്നും അതിൽ എഡിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആപ്പിൾ മാത്രമാണെന്നും അത് എടുക്കുന്ന നേരത്ത് പൊട്ടിപ്പോവാതെ വേണ്ടുന്ന പ്രഷർ മാത്രം അപ്ലൈ ചെയ്ത് തന്നെ എടുക്കണം. കാരണം ഓരോ ഒബ്ജക്റ്റിനും ഓരോ തരത്തിലുള്ള സ്ട്രെങ്ത് ആയിരിക്കും. നമ്മളിപ്പം ബലൂണ് പിടിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളെ ഒരു കല്ല് പിടിക്കുന്നത്, വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഒക്കെ ഇത് നമുക്ക് ഈ സിനാരിയോകളൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അതായത് ഒരു ലക്ഷക്കണക്കിന് സിനാരിയോസ് വരാമല്ലോ ഒരു ഭാവിയിൽ. അപ്പോൾ ഈ ആപ്പിൾ പൊട്ടിക്കുന്നതായാലും എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം, ഇനിയിപ്പോൾ പൊട്ടാത്തത് ഇങ്ങോട്ട് കൊടുക്കണം, ഇനിയിപ്പോൾ മുന്നിലിരിക്കുന്നത് ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിനെ നമ്മളത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് അത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതും, അവിടെ ചെന്നത് അധികം ഉയരത്തുനിന്ന് ഇടാതെ കൈകളിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതും ഒക്കെ ഈ റോബോട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളെ മുൻ വീഡിയോകളിലൊക്കെ കണ്ടതുപോലെ ഡെവലപ്പർ ഇരുന്ന് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം ഇരുന്ന് പ്രോഗ്രാം ചെയ്യലും നടക്കുന്ന കേസല്ല. അപ്പോൾ ഇത് പഠിച്ചെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഓപ്പൺ AI പോലുള്ള ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആൻഡ് കേപ്പബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് ആയതുകൊണ്ട് തന്നെ ഈ റോബോട്ടിന്റെ കേപ്പബിലിറ്റീസ് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരിക്കുമല്ലോ.
പിന്നെ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് അത് കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ലോജിക്കും റീസണിങ്ങും മെമ്മറിയും ഒക്കെ ഈ റോബോട്ടിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ജസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ് നമ്മൾ ഈ കണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ അഡ്വാൻസ്മെന്റ് വരാൻ പോകുന്നുള്ളത് നമ്മൾ ഇരുന്ന് കാണണം. ഇനി കുറച്ച് ഫാക്ട്സിലോട്ട് വരാം നമുക്ക്. ഇത് നമ്മളെ പോലെയുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് ഇവരുടെ മാസ്റ്റർ പ്ലാൻ ഒന്ന് എടുത്തു നോക്കാം. അതായത് ഫിഗറിന്റെ മാസ്റ്റർ പ്ലാനിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു ഡെവലപ്പ് എ ജനറൽ പർപ്പസ് ഹ്യൂമനോയിഡ്സ് ദാറ്റ് മേക്ക് പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ഹ്യൂമാനിറ്റി ആൻഡ് ക്രിയേറ്റ് ബെറ്റർ ലൈഫ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് മനുഷ്യനെ പോലെയുള്ള റോബോട്ടിനെ നിർമ്മിക്കുകയും അതിനുശേഷം മനുഷ്യന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതായ അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ താല്പര്യമില്ലാത്തതുമായ ജോലികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൈനിങ്ങിലും ഈ മെറ്റലർജിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലത്തും, അതായത് കഠിനമായ ജോലികളും മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നിടത്ത് റോബോട്ടിനെ പ്ലേസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ജനറേഷനെ കുറച്ചും കൂടെ സേഫ് ആക്കി വെക്കുക. ഇതാണ് ഇവരുടെ മോട്ടീവ്. ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. According to them, there are over 10 million unsafe or undesirable jobs in US alone, and aging population will only make it increasingly difficult for companies to scale their workforces. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ലേബർ സപ്ലൈ ഗ്രോത്ത് ഒരു ഘട്ടത്തിൽ സാച്ചുറേറ്റ് ആയി മാറും. നമുക്ക് കൂടുതൽ ലേബർ ഫോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു സൈഡിൽ ജനസംഖ്യ കൂടി വരുന്നത്, അപ്പോൾ അതിനാണെങ്കിലുള്ള ഗ്രോത്തും പ്രൊഡക്ടിവിറ്റിയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഓട്ടോമേഷനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അൺസേഫുകളായിട്ടുള്ള ഈ ജോലികൾ നമ്മൾ റോബോട്ടിന് കൊടുക്കുന്നതോടെ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് സ്വകീയമായ ഒരു ഭാവി ജീവിതം നയിക്കാൻ പറ്റുന്നൊക്കെയാണ് ഇവരുടെയൊക്കെ വാദം. അത് എത്ര കണ്ട് ശരിയാവുന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ നോക്കണം. ഗ്ലോബൽ GDPന്റെ ഏതാണ്ട് 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാനുവൽ വർക്ക് ഫോഴ്സ് ആണ്. അറൌണ്ട് $42 ട്രില്യൺ ആണ് GDPന്റെ ഗ്രോത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മേഖലയിലോട്ട് റോബോട്ട് കയറി വന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ട് റോബോട്ടിന് ചെയ്യാൻ പറ്റും. ഒരു ഘട്ടത്തിൽ നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രിസൈസ് ആയിട്ട് റോബോട്ടിന് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് തന്നെ മുക്കി നോക്കിയാലും റോബോട്ടിനെ ബീറ്റ് ചെയ്യുക അസാധ്യമായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് ലേബർ കുറയും. അതായത് ഒരു റോബോട്ടിനെ ഒരു ടാസ്കിന് വേണ്ടി ഹയർ ചെയ്യുന്ന പൈസ നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ ഒരു ടാസ്കിന് വേണ്ടി ഹയർ ചെയ്യുന്ന പൈസനേക്കാളും എത്രയോ താഴത്തായിരിക്കും. ഇതുകൊണ്ട് തന്നെ പലർക്കും ജോലിയും നഷ്ടപ്പെടാം. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ലേബർ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനായിട്ട് മാറാം. അതായത് നമുക്കിപ്പോൾ റോബോട്ട് വർക്ക്ഫോഴ്സിലോട്ട് എൻ്റർ ആവുന്നതോടെ ഗൂഡ്സും സർവീസസും ഒക്കെ വില ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങും. മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ജോലി നഷ്ടപ്പെടാം. പക്ഷെ അത് കോപ്പപ്പ് ചെയ്യാൻ നമുക്ക് ഗൂഡ്സ് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനാ പണിക്ക് പോകുന്നത്? നമ്മളൊരു സ്ഥലത്ത് പണിക്ക് പോകുന്നു, ശമ്പളം കിട്ടുന്നു, നമ്മൾ ആ പൈസ വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. ഇനിയിപ്പോൾ ഈ പണിക്ക് പോകുന്നത് ഇപ്പോൾ ഓപ്ഷണലാണ്, പക്ഷെ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആകുമ്പോൾ മാനുവൽ ലേബർ നമുക്കൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാലഘട്ടം വരാം. അതോടൊപ്പം തന്നെ നമ്മളെ വെൽത്തും ഒരു പോയിന്റിൽ ഇൻക്രീസ് ആവാം. ഇതും ഒരു സിനാരിയോ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സൈഡിൽ മാത്രം ചിന്തിക്കരുത്, അതായത് ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രം ചിന്തിക്കരുത്. നാളെ ഇപ്പോൾ ഒരു റോബോട്ട് എൻ്റർ ആവുന്നതോടെ തന്നെ റൈറ്റുള്ള രീതികൾ നമ്മുടെ മുന്നിൽ അവലംബിക്കപ്പെടും. റോബോട്ട് തന്നെ മറ്റ് റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ ചീപ്പറായി മാറും. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റിയും സർവീസസും ഗൂഡ്സും ഒക്കെ അവൈലബിൾ ആവുന്നത് ചീപ്പറായി മാറും. ഈ ഒരു കാലഘട്ടവും കൂടെ നമ്മുടെ മുന്നിലുണ്ട്. ഇനി മറ്റൊരു റിയാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെൻ AI ഹിറ്റ്സ്, അതായത് റോബോട്ടുകളും മറ്റും വർക്ക്ഫോഴ്സ് എൻ്റർ ആവുന്നതോടെ ചില ഇൻഡസ്ട്രീസ് നല്ലപോലെ പണി കിട്ടും, ചില ഇൻഡസ്ട്രീസ് നല്ലപോലെ റെസിസ്റ്റ് ചെയ്യും. വേൾഡ് എക്കണോമിക്സ് ഫോറം റിലീസ് ചെയ്ത ഈ ആർട്ടിക്കിൾ പറയുന്നത് റോബോട്ട്സ് ആൻഡ് ഓട്ടോമേഷൻ വിൽ ഹാവ് ടേക്കൺ ഓവർ 50% ഓഫ് ദ ടാസ്ക് ബൈ 2025. ഇനി ഈ വരുന്ന ജോലികളൊക്കെ ഡിമാൻഡ് വർദ്ധിക്കാനും ഈ കാണുന്ന ജോലികൾക്കൊക്കെ ക്രമേണ ഇല്ലാതാവാനും സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണ് നമ്മൾ മസ്കണം പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന ഒരു ആശയത്തിന്റെ പ്രാധാന്യം. ഈ വേറെ തന്നെ വീഡിയോയിൽ ഈ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ആവുന്നത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. പ്ലീസ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് 1% ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ആൻഡ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.